ഉണ്ടായ കൊലപാതകത്തിൽ ഫെബിൻ ജോർജിന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. കഴിഞ്ഞ ദിവസമാണ് ദാരുണമായി ഈ കൊലപാതകം നടന്നത്. ഫെബിൻ്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയവുമായി ബന്ധപ്പെട്ട് തേജസ് എന്ന സുഹൃത്താണ് സഹോദരിയെ ലക്ഷ്യമിട്ട് എത്തിയത് എന്നാണ് പറയുന്നത്. പ്രണയത്തിൽ നിന്ന് പിന്മാറിയതും മറ്റൊരു വിവാഹം ഉറപ്പിച്ചതും ഒക്കെയാണ് തേജസിനെ ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമായത്. തുടർന്ന് തേജസിനെ റെയിൽവേ ട്രെയിൻ ഇടിച്ച് മരിച്ച നിലയിലും കാണപ്പെടുകയായിരുന്നു. അതിനുശേഷമാണ് ഇത് തമ്മിലുള്ള ഒരു ലിങ്ക് പോലീസിന് വ്യക്തമാവുകയും എന്താണ് സംഭവിച്ചത് എന്ന ഒരു വ്യക്തത വരികയും ചെയ്തത്. ലൈറ്റും കൂടി തരട്ടെ. 21 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന കുടുംബത്തിന്റെ അത്താണിയായിട്ടുള്ള ഒരു യുവാവിനെയാണ് പ്രണയം നിരസിച്ചതിന്റെ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങി ഫെബിന്റെ സഹോദരി പിൻവാങ്ങി എന്ന കാരണത്താൽ വീട്ടിൽ കയറി ഈ സഹോദരനെ കൊലപ്പെടുത്തിയത്. കൊല്ലാൻ ഉദ്ദേശിച്ചിരുന്നത് സഹോദരിയെ ആയിരുന്നു. സഹോദരിയെ ഇല്ലാതാക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ എത്തിയതും. പക്ഷേ കൊലപ്പെടുത്തിയത് ഫെബിൻ ജോർജിനെയാണ്. ശേഷം ഈ കൊലപാതകിയായ തേജസ് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തേജസും PSC പരീക്ഷയ്ക്ക് എഴുതി സർക്കാർ ജോലിക്കായി കാത്തിരിക്കുകയായിരുന്നു. അതേസമയമാണ് ഫെബിൻ്റെ സഹോദരിക്ക് മറ്റൊരു ജോലി ശരിയാകുകയും ചെയ്തു. അങ്ങനെ ചില മാനസിക പ്രശ്നങ്ങളുമൊക്കെ അനുഭവിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷേ വലിയൊരു ക്രൂരതയിലേക്ക് ഈ സംഭവങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു. ഫെബിനാണെങ്കിലും കുത്തേറ്റിന് പിന്നാലെ ഓടുന്നുണ്ട്. പിന്നെയാണ് തളർന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. അമ്മയുടെ വാക്കുകളൊക്കെ നമ്മൾ നേരത്തെ കേട്ടതാണ്. അച്ഛനാണെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വീടിൻ്റെ മുന്നോട്ട് പോക്ക് ഫെബിനെയൊക്കെ ആശ്രയിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ അത് സാധ്യമാകാത്ത രീതിയിലുള്ളൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ് ആ കുടുംബത്തിനുണ്ടായിരിക്കുന്നത്. കണ്ണൻ നായരുണ്ട്. കണ്ണൻ, സംസ്കാരം എപ്പോഴാണ് തീരുമാനിച്ചിരിക്കുന്നത്? എന്തൊക്കെയാണ് വിവരം? ദിവിഷ്, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ഫെബിൻ്റെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടിലേക്ക്, ഈ വീട്ടിൽ വെച്ചാണ് ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടി അദ്ദേഹത്തിന് കുത്തേൽക്കുന്നത്. ആ വീട്ടിലേക്ക് അവസാനമായി ഫെബിൻ്റെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുന്നു. ഇന്ന് കൊല്ലത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. അതിനുശേഷം ഇവിടേക്ക് കൊണ്ടുവരികയായിരുന്നു. നേരത്തെ പറഞ്ഞതനുസരിച്ച് നാളെ രാവിലെ ഇവിടേക്ക് മൃതദേഹം കൊണ്ടുവരും എന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് എത്തിച്ച് നാളെ രാവിലെ 10 മണിയോടുകൂടി സംസ്കാരം നടത്താനുള്ള തീരുമാനത്തിലാണ്. വളരെ ദുഃഖസാധനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. കാര്യം ഇന്നലെ വൈകിട്ട് 7 മണി വരെ ഇവിടെ ജീവനോടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, മാത്രമല്ല ഇന്നലെ കോളേജിൽ ഇവിടുത്തെ സഹപാഠികൾക്കൊപ്പം തന്നെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ജീവനാണ് നഷ്ടമായത്. ഇപ്പോഴും കൂട്ടുകാർക്കും അല്ലെങ്കിൽ നാട്ടുകാർക്കും ഒന്നും ആ ഒരു മരണത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. കാര്യം ഇത്തരത്തിലുള്ള ഒരു അതിക്രൂരമായിട്ടുള്ള ഒരു ദാരുണമായിട്ടുള്ള ഒരു സംഭവം, അങ്ങനെ ഒരു കൊലപാതകം, അതും എന്ത് കാരണത്താലാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം, താൻ ചെയ്ത തെറ്റുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നുമല്ല, ഒരു വ്യക്തിയുടെ ഉണ്ടായ ഒരു മാനസിക പ്രശ്നങ്ങളുടെ പേരിലുണ്ടായ ഒരു കൊലപാതകത്തിന് ഇരയാക്കേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ ഫെബിൻ എന്ന് പറയുന്ന 21-കാരൻ. കൂട്ടുകാരൊക്കെ തന്നെ നിറകണ്ണുകളോടുകൂടിയാണ് അവസാനമായി അദ്ദേഹത്തിന് ഒരു യാത്ര അയക്കാൻ വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണാൻ വേണ്ടി അവിടെയൊക്കെ എത്തിയിരിക്കുന്നത്. ഈ കുടുംബത്തിൻ്റെ ഒരു അത്താണിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു. കാര്യം കോളേജ് വിദ്യാഭ്യാസം BBA വിദ്യാർത്ഥിയാണ്. അതിനുശേഷം വൈകിട്ട് വന്ന് തിരിച്ച് ഈ ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ജോലികളടക്കം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സാമ്പത്തികമായി ഒരു ഇടത്തരം ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ തന്നാൽ കഴിയുന്ന സഹായങ്ങൾ കൂടി കുടുംബത്തിന് ചെയ്തു കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജീവിച്ച ഒരു വിദ്യാർത്ഥി, ഒരു ചെറുപ്പക്കാരൻ, അയാളുടെ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരം നാളെ രാവിലെയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചിരിക്കുന്നു. ഈ സംഭവം അറിഞ്ഞെത്തിയ ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവരൊക്കെ തന്നെ അവസാനമായി ഒരു നോക്ക് ഫെബിനെ കാണാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുകയാണ്. ശരി, കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ഫെബിൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നു.